മമ്മുക്ക കണ്ടെത്തിയ രാജകുമാരിയെ കാണാൻ ഫേസ്ബുക്കിൽ ലക്ഷങ്ങൾ. മാളു ഷേഖ് കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം വാങ്ങുന്ന ദൃശ്യങ്ങൾ 3 ദിവസത്തിൽ കണ്ടത് 20 ലക്ഷത്തിലേറെ ആളുകളാണ്. വനിതാ സംരംഭകർക്കായി കൈരളി പീപ്പിൾ ടിവി ഏർപ്പെടുത്തിയ ജ്വാല പുരസ്കാരം 2017 വേദി മറ്റൊരു വലിയ ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വാർത്തയുടെ കുത്തൊഴുക്കിനിടയിൽ നിന്നും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളിയുടെ പ്രിയപ്പെട്ട നടനുമായ മമ്മൂട്ടി കണ്ടെടുത്ത അത്ഭുതമായ മാളു ഷേഖ എന്ന 21കാരി. ഈ പുരസ്കാരത്തിന്റെ ചരിത്ര നിമിഷങ്ങളാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും ചരിത്രം കുറിക്കുന്നത്. ഒരു IAS ഓഫീസർ ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ നിന്ന് ഈ അവാർഡ് മേടിക്കുമ്പോൾ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുള്ളൂ. പോസ്റ്റ് ചെയ്ത് 3 ദിവസങ്ങൾ കൊണ്ട് മാത്രം ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടത് 20 ലക്ഷത്തിലേറെ ആളുകളാണ്. വേമ്പനാട്ടുകായൽ നീന്തിക്കയറി ചരിത്രമെഴുതിയപ്പോൾ വാർത്തയിൽ ഇടം നേടിയെങ്കിലും അവളുടെ ജീവിതം അങ്ങനെ ചില വാർത്തകളിലേക്ക് മാത്രം ചുരുങ്ങേണ്ടതല്ല എന്ന നിഗമനമായിരുന്നു ആ പുരസ്കാരത്തിന് പിന്നിൽ. ആശ്ലേഷിച്ചുകൊണ്ട് മമ്മൂട്ടി അവളെ വേദിയിലേക്ക് സ്വീകരിച്ചു. നിറകണ്ണുകളോടെ മമ്മൂട്ടിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. പഠനം മുടങ്ങിയത് ഇടയ്ക്ക് ഇടറാതെ പറഞ്ഞപ്പോൾ പിന്നാലെ മമ്മൂക്കയ്ക്കു വേണ്ടി ജോൺ ബ്രിട്ടാസിന്റെ പ്രഖ്യാപനവും വന്നു. മാളുവിന്റെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള മുഴുവൻ ചെലവും മമ്മൂക്ക നിർവഹിക്കും. മാളുവിനെ രാജകുമാരി എന്ന് വിശേഷിപ്പിച്ചാണ് പിന്നീട് മമ്മൂട്ടി സംസാരിച്ചത്. ഷെയ്ഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾ പറയുന്നത് ഷെയ്ഖിൻ്റെ സ്ത്രീലിംഗമാണ് ഷെയ്ഖ. അപ്പോൾ ഷെയ്ഖ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് രാജാവിനെയാണ്. രാജാവിൻ്റെ സ്ത്രീലിംഗം ഷെയ്ഖ എന്ന് പറഞ്ഞാൽ രാജകുമാരിയാണ്. മാളു രാജകുമാരിയാണ് ഷെയ്ഖ. ജീവിത സാഹചര്യങ്ങൾ അത്രയും പ്രതികൂലമായിട്ടും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ടു പോകുന്ന മാളു എന്ന വലിയ മാതൃകയെ ലോകം ഏറ്റെടുത്ത ചരിത്രത്തിന് ആ വേദി ഒരു തുടക്കമാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്.